മനുഷ്യൻ എന്തിനു ദൈവത്തിനെ ആഗ്രഹിക്കണം? അതായത് മനുഷ്യൻ ദൈവത്തിനെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ തന്നെ ദൈവമായി മാറുകയാണ് അവസ്ഥാന്തരങ്ങൾ കടക്കുമ്പോൾ. അതായത് 7444 ദർശനം കാണുമ്പോൾ ഒരവസ്ഥ കിടക്കും. അങ്ങനെ 3 തൊട്ട് 6 വരെ അവസ്ഥ കടന്നവരാണ് അമ്പലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവീദേവന്മാർ. അതിനുശേഷം 7ാമത്തെ അവസ്ഥ ഈശ്വര സന്നിധാനം, പിന്നെ ദൈവസന്നിധാനം, പിന്നെ ബ്രഹ്മസന്നിധാനം, പരബ്രഹ്മ സന്നിധാനം. അപ്പോൾ ഈ കോൺഷ്യസ് സ്റ്റേജ് കടന്നു പോകുമ്പോൾ ജീവൻ ഹയർ സ്റ്റേജിലെത്തുമ്പോൾ ലോവർ ലെവലിലുള്ള മനുഷ്യർ ആ ജീവനെ ആരാധിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് അവർ ദൈവമായി മാറുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ ഹയർ കോൺഷ്യസ് സ്റ്റേജിലോട്ട് ഇവോൾവ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവനെ പിൻപറ്റുന്ന, ഇപ്പം നമ്മളുടെ ഈ സൗരയൂഥത്തിൽ സൂര്യനാണ് സെൻറ്റർ, സൂര്യന് ചുറ്റുമാണ് ബാക്കി ഗ്രഹങ്ങളെ കറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആചാര്യന് ചുറ്റും ബാക്കിയുള്ള ആളുകൾ കറങ്ങും. അപ്പം നമ്മൾ ലോകത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദ്, ജീസസ്, ശ്രീകൃഷ്ണൻ, നവജോത് ശ്രീ കരുണാകര ഗുരു തുടങ്ങിയ ഗുരുക്കന്മാരാണ് മെജോറിറ്റി ഓഫ് മാസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഹയർ കോൺഷ്യസിലെത്തിയതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അധികാരം ലഭിക്കുന്നത്. ഈ ഹയർ കോൺഷ്യസിലെത്തിയ ഈ വ്യക്തികൾക്ക് ഈ ദൈവം എന്ന ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ദർശിക്കാൻ പറ്റും? അല്ല, ഹയർ കോൺഷ്യസിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അശ്രീരി എല്ലാം അവർക്ക് കിട്ടാൻ തുടങ്ങും. ബ്രഹ്മപ്രകാശത്തിൽ നിന്ന് വാക്കുകൾ കിട്ടാൻ തുടങ്ങും. അപ്പോൾ അവർ ഒരു ആരാധന, അവരെ ആരാധിക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് ലോവർ ലെവൽസിലുള്ള ആൾക്കാർ വരും. ഇതൊരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ഒരു ഫാന്റസി കഥ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ചെറിയൊരു അതെ, നമുക്ക് രണ്ടുപേർക്കും ഒരു മെന്റലും കൂടി ഉണ്ടോന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിപ്പോ. ഇങ്ങനൊരു വിഷയം ഇരുന്ന് ഇത് സംസാരിക്കുമ്പോഴും ആളുകൾ കേൾക്കുമ്പോഴും ആളുകൾക്ക് തോന്നാം ഇതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് 21ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഈ അല്ല, സംഭവം എന്ന് വെച്ചാൽ ഇത് ട്രൂത്താ. പക്ഷെ കാരണം ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വെച്ചാൽ അവരുടെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം ഒന്നും ആപ്റ്റായിട്ടില്ല, എല്ലാം ഡിസ്റ്റോർട്ടഡാ. അവർ ഫ്രെയിം വർക്ക് ചെയ്യുന്ന സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ അവർക്ക് ഈ ട്യൂണിങ് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം വരെ ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു മലയുടെ ഏറ്റവും മുകളിലെത്തിയ ആള് കാണുന്ന കാഴ്ചയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആള് കാണുന്നതല്ല. അപ്പൊ താഴെ നിൽക്കുന്ന ആള് മുകളിൽ നിൽക്കുന്ന ആള് പറയുന്നു, മുകളിൽ നിൽക്കുന്ന ആള് സത്യം വിളിച്ചു പറയുന്നു, താഴെ നിൽക്കുന്നവരത്. താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ട് എത്ര നാളായി? എൻ്റെ പേപ്പർ 2014 ആക്സെപ്റ്റ് ആയത്. ഈ ലൈഫ് കംസ് ഫ്രം ലൈഫ് വളരെ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത കൺസെപ്റ്റാണ്. താങ്കളിപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രചാരണം കൊടുക്കുക, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ദൈവമുണ്ട്, നിങ്ങൾ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും. അല്ല യുക്തിവാദികൾ പറയുന്നത് കേട്ട് പോകരുത്. അതാണ് ഞാൻ മെയിനായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. യുക്തിവാദികൾ പറയുന്നതിൽ എന്താണ് താങ്കൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യം? അവർ ദൈവമില്ല എന്ന് പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുന്നു. അതെങ്ങനെ വഴി തെറ്റും? കാരണം മനുഷ്യന്റെ എവല്യൂഷൻ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവൻ ആ ദൈവമാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. ദൈവമാർഗം എന്ന് പറയുന്നത് അതായത് 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകളൊക്കെ ഇല്ലേ, അതുപോലെ എല്ലാ റിലിജനിലും ഉണ്ടല്ലോ എത്നിക് ആയിട്ടുള്ള വാല്യൂ സിസ്റ്റം. ആ വാല്യൂ സിസ്റ്റം അവർ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ യുക്തിവാദികൾ ഇതൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ യുവതലമുറ വഴിയേറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക.